ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്ട് മീലും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കിച്ചടിയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കാരണം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ 4 കിലോ കുറയ്ക്കാൻ എന്നെ സഹായിച്ച ഒരു റെസിപ്പിയാണത്. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒലിവെണ്ണ ആയാലും ഉപയോഗിക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഇട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു പിടി ഉള്ളി, അതായത് ഒരു സവോള ഫുള്ളുണ്ട്, ആ ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു പിടി ഫുള്ള് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിതിൽ എന്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ്, പിന്നെ മട്ടർ, ചെറുപയർ, അല്ലെങ്കിൽ എന്താ പറയുക ബീൻസ് അരിഞ്ഞത്, പയറരിഞ്ഞതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കിങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ അധികം ചേർക്കലുള്ളത് ക്യാരറ്റ് മാത്രമാണ് കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അത് നല്ല പോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കുക. എരിവ് കുറച്ച് വേണമെന്നുള്ളത് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ പച്ചമുളക് ഓപ്ഷണലാണ്. പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/4 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സാധാരണ പരിപ്പുണ്ടല്ലോ, നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ്, അതാണ് ചേർക്കുന്നത്. പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് അതേ 1/4 കപ്പ് തന്നെ ഓട്സാണ്. ഓട്സും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പൊതുവേ ചിലർക്കൊന്നും ഓട്സിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതേപോലെ ഒരു കിച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഓട്സ് കഴിച്ച പോലെ, പക്ഷേ ഓട്സിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടാകും. നല്ലൊരു മസാല ഓട്സ് കഴിക്കുന്ന പോലെയൊക്കെ ഫീലാവും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഓട്സും കൂടി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് സാധാരണ പച്ചവെള്ളവും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതെങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 to 3 വിസിലും കൊണ്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 പോർഷനായിട്ടാണ് ഇത് വരിക, അതായത് നമുക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അധികം ഉച്ചയ്ക്ക് ലഞ്ചിനും പിന്നെ ചില ദിവസങ്ങളിൽ ഡിന്നറുമായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വെയിറ്റിൽ നല്ല വ്യത്യാസം വരുന്ന ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കണേ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.